നമസ്കാരം. എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചുമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമി പരിശോധിക്കുമ്പോൾ ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എക്കണോമിക് സിസ്റ്റം പ്രവർത്തിച്ചിരുന്നത് അല്ലെങ്കിൽ വികാസം പ്രാപിച്ചത് അല്ലെങ്കിൽ ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ഓർഗനൈസേഷന്റെയും പ്രവർത്തന ഫലമായിട്ടാണ്. ഇതിനകത്ത് പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോൾ ഇല്ല, പകരം പ്ലാനിംഗ് കമ്മീഷൻ പകരം വന്നാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. രണ്ടും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യം നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ അതായത് നമ്മൾ മലയാളത്തില് നമ്മളിതിന് ആസൂത്രണ കമ്മീഷൻ എന്ന് പറയാം. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ. അപ്പം എന്തിന് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇതിനു മുമ്പ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ചില നയങ്ങളും അല്ലെങ്കിൽ അവർ പിന്തുടർന്നു പോയ ചില ഭരണ രീതികളും നമ്മുടെ രാജ്യത്ത് വികസനത്തിൽ നിന്ന് വികസന മുരടിപ്പിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. അതീവ സമ്പന്നമായിരുന്ന നമ്മുടെ രാജ്യത്തെ ഈ കൊളോണിയൽ ഭരണം പൂർണ്ണമായിട്ട് നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദാദാഭായ് നവറോജിയെ പോലുള്ള എക്കണോമിസ്റ്റുകൾ പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന്റെ വെൽത്ത് ഡ്രെയിൻ ചെയ്ത് ബ്രിട്ടനിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ വ്യക്തമായ ഒരു പ്ലാനിങ് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്ലാൻസ് ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ 1950 മാർച്ച് 15 ഔദ്യോഗികമായിട്ട് ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം നിലവിൽ വരികയാണ്. അതാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ അതായത് നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിന് ആവശ്യമായ പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്ന തീയതി എന്ന് പറയുന്നത് 1950 മാർച്ച് 15. ഇതിന്റെ ആസ്ഥാനം, അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജനാ ഭവൻ, ന്യൂഡൽഹിയിലെ യോജനാ ഭവനാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഓർത്തു വെക്കുക, പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ, നമ്മൾ കുറച്ചു മുമ്പ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പഞ്ചവത്സര പദ്ധതിയിൽ എന്താ നമ്മൾ പഠിച്ചത്? 5 വർഷത്തേക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ട വികസന പദ്ധതികളെ കുറിച്ചാണ് പഠിച്ചത്, അല്ലെ? ഈ വികസന പദ്ധതികളെ കുറിച്ച് ചിന്തിച്ച് തയ്യാറാക്കി അതിന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യണം, എന്തെങ്കിൽ മാത്രമല്ല ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. അപ്പം ഈ ഡ്രാഫ്റ്റിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? പ്ലാനിംഗ് കമ്മീഷൻ റെസ്പോൺസിബിലിറ്റി. സോ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ. എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 മാർച്ച് 15. സെറ്റാണ്, ക്ലിയർ ആണ്, ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അടുത്തത് ഇതിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ യോജനാ ഭവൻ. യോജന ഓർത്തിരിക്കാവല്ലോ, കാരണം പ്രൊജക്ടുകൾക്കും പ്ലാനുകളൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? യോജന, അല്ലെ? സ്കീം, യോജന എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കുക, യോജനാ ഭവനാണ് പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം. അതുപോലെ തന്നെ ഐഡിയ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ബോർഡ് വേണം, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന സ്ഥാപനം വേണം എന്നൊരു ഐഡിയ നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ഫോർമർ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. ഓക്കെ, ദ ഐഡിയ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഇസ് ബോറോഡ് ഫ്രം സോവിയറ്റ് യൂണിയൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്കിനി ഇതിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് പരിചയപ്പെടാം. പ്ലാനിംഗ് കമ്മീഷന്റെ നമുക്ക് മെമ്പേഴ്സ് ഉണ്ട്, അതർ മെമ്പർ, മറ്റ് അതിനെ കുറിച്ച് ഒന്ന് നോക്കാം. മെമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാല് ചെയർമാൻ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്, അധ്യക്ഷൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ, ചെയർമാൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ, ഇവരാണ് പ്രധാനപ്പെട്ട ആൾക്കാർ. ഓക്കെ, അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പം ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ. ചെയർമാൻ എപ്പോഴും എന്ന് പറയുന്നത് ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലനിൽക്കുന്ന സമയത്ത് ആരാണോ നമ്മളുടെ പ്രധാനമന്ത്രി, അദ്ദേഹമായിരിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്ന സമയത്ത്, അതായത് 1950 മാർച്ച് 15 പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സോ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്?
ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്നത്തെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദ. ഓർത്തു വെച്ചോളാം. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയുമായിരുന്നു. ഓക്കെ, സെറ്റ് ആണ്, ക്ലിയർ ആണ്, ഓർത്തു വെച്ചോളാം. അപ്പം ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗുൽസാരിലാൽ നന്ദ. ഇനി ഒന്നാമത്തെ പ്ലാനിംഗ് കമ്മീഷനകത്ത് ഉണ്ടായിരുന്ന മറ്റ് മെമ്പേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. CD ദേശ്മുഖ് ഉണ്ടായിരുന്നു, VT കൃഷ്ണമാചാരി, അതുപോലെ തന്നെ RK പാട്ടീൽ, GL മേത്ത, ഇങ്ങനെ പറയുന്ന കുറച്ച് ആൾക്കാരായിരുന്നു മറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ പ്ലാനിംഗ് കമ്മീഷൻ അല്ല, പ്ലാനിംഗ് കമ്മീഷന്റെ തുടക്കം എന്ന് പറയുന്നത്. സോ പ്ലാനിംഗ് കമ്മീഷൻ വാസ് a body. They have the responsibility to prepare the 5-year plans or the plans for the development of the country. That's the first point about planning commission. Second point was when it was formed. It was formed on 15th March 1950. Okay, and the third point is where is the headquarters of this planning commission? That is Yojana Bhavan situated in New Delhi. And the idea of planning commission we borrowed from the Soviet Union. Clear? Then it's about the formation or the composition. No, that is chairman, deputy chairman. Chairman, the prime minister will be the chairman of this institution, and deputy chairman is another person. So the first chairman is Jawaharlal Nehru, and the first deputy chairman was Gulzarlal Nanda. And another members, so that is CD Deshmukh, VD Krishnamacharya, RK Patil, GL Mehta. Okay, ഇവരൊക്കെയായിരുന്നു മറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷന് തുടക്കകാലത്ത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോകാം. ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം. ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു? പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്രോജക്ട്സ് ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, അതായത് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായ പലതരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻസ്, പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുക, ഈ പ്ലാനുകൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നും ഒക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി? പ്ലാനിംഗ് കമ്മീഷൻ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം. ഇപ്പൊ നമ്മൾ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് മാത്രം പോരാ, ഈ പ്ലാനുകൾക്ക് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ട ഫിനാൻസ് നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഏതൊക്കെ പദ്ധതിക്ക് എത്ര രൂപ എന്നുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോഷ്യൽ പ്ലാനിങ്, നമ്മുടെ സൊസൈറ്റൽ പ്ലാൻസ്, അതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? പ്ലാനിംഗ് കമ്മീഷൻ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അടുത്ത ഓർക്കുക ഒബ്ജക്റ്റീവ്സ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 4 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഒന്നാമത്തെ ഗ്രോത്ത്, വളർച്ച. ഗ്രോത്ത് ഇസ് ദ ഫസ്റ്റ് objective of planning commission, growth. Second one is modernization, third one is self-reliance, and fourth one is equality. These are the 4. Okay, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ പ്ലാനിംഗ് കമ്മീഷന്റെ ലക്ഷ്യം അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ ഇക്വാളിറ്റി കട്ട് ചെയ്തിട്ട് പ്രൊഡക്ടിവിറ്റി എന്ന് കൊടുത്തു. അപ്പൊ നമുക്ക് എഴുതാനല്ല പ്രൊഡക്ടിവിറ്റി എന്ന്. അതായത് ചോദ്യം ഇതായിരുന്നു, കൺസിഡർ ദ ഫോളോയിങ്, which of the 4 alternatives is not an objective of planning commission? അതിനകത്ത് 4 ആൾട്ടർനേറ്റീവ് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന പോലെ ഗ്രോത്ത് ഉണ്ടായിരുന്നു, മോഡേണൈസേഷൻ ഉണ്ടായിരുന്നു, സെൽഫ് റിലയൻസ് ഉണ്ടായിരുന്നു, പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരുന്നു. സോ പ്രൊഡക്ടിവിറ്റി ഈസ് നോട്ട് ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ. പ്രൊഡക്ടിവിറ്റി അല്ല, പ്രൊഡക്ടിവിറ്റി പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ് അല്ല. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പൊ ഈ 4 എണ്ണം അതുപോലെ തന്നെ പഠിച്ചു വെച്ചോളാം. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്തെന്ന് പറയുന്നത്, പ്ലാനിംഗ് കമ്മീഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. പിന്നെ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ആൻ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ദ യൂണിയൻ ക്യാബിനറ്റ്. യൂണിയൻ ക്യാബിനറ്റിന്റെ അഡ്വൈസറി കമ്മിറ്റിയാണ്
ഓക്കെ, അഡ്വൈസറി കമ്മിറ്റിയാണ്. ഓക്കെ, യൂണിയൻ ക്യാബിനറ്റിന്റെ അഡ്വൈസറി കമ്മിറ്റിയാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കുക, പ്ലാനിംഗ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. അതുപോലെ തന്നെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ഈ രണ്ട് ടേം ഓർത്ത് വെക്കുക. പ്ലാനിംഗ് കമ്മീഷൻ ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. മറിച്ച് ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, ഓർത്ത് വെച്ചോളാം. സോ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ആൻ അഡ്വൈസറി ബോഡി ഓഫ് ദ യൂണിയൻ ക്യാബിനറ്റ് ഓർ അഡ്വൈസറി കമ്മിറ്റി ഓഫ് ദ യൂണിയൻ ക്യാബിനറ്റ്. ഓക്കെ, ഇതൊരു ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതിയാണ് ഏതെന്ന് പറയുന്നത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ യൂസ്ഡ് ടു എൻവിസേജ് പ്രൊജക്ട് ത്രൂ 5 year plans. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ഇനി പ്ലാനിംഗ് കമ്മീഷൻ അഡ്വൈസറി ബോഡിയാണ്. ഇവർ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിന് വേണ്ട വികസന പദ്ധതികൾ പഞ്ചവത്സര പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്നു. ഓക്കെ, ഓർത്ത് വെച്ചോളാം. 50 നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ 1950 പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്നു. 1951 ഫസ്റ്റ് 5 year പ്ലാൻ രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ നിലവിൽ വരുന്നു. സോ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ നമ്മുടെ രാജ്യത്തിന് വേണ്ട പദ്ധതികൾ 5 year പ്ലാൻസ് എന്ന് പറയുന്ന രീതിയിലാണ് നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാരലൽ ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, കോർണർ സ്റ്റോൺ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പഞ്ചവത്സര പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷൻ ഏതൊക്കെ പേരുകളുണ്ട്? പാരലൽ ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, കോർണർ സ്റ്റോൺ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ്, ദേശീയ വികസനത്തിന്റെ മൂലക്കല്ല് എന്നൊക്കെ ഈ തരത്തിലുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏത് സ്ഥാപനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? പ്ലാനിംഗ് കമ്മീഷനാണ്. എന്തൊക്കെ പേരുകളാണ്? പാരലൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ സമാന്തര ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, കോർണർ സ്റ്റോൺ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള പേരുകളിലും ഒക്കെ അറിയപ്പെടുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് പ്ലാനിംഗ് കമ്മീഷനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് നോക്കാം. The planning commission came into being on the recommendation of advisory planning board chaired by K.C. Niyogi in 1946 and the economic planning commission chaired by Jawaharlal Nehru in 1947. ഇനി ഇതിന്റെ രൂപീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കുക, ഈ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായത് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ഒരു റെക്കമെൻഡേഷൻ ആണ്. ഓക്കെ, അതായത് KC നിയോഗി അധ്യക്ഷനായിട്ടുള്ള 1946 KC നിയോഗിയെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് നിലവിൽ വരുന്നു. ഓക്കെ, അത് KC നിയോഗി എന്ന് പറയുന്ന വ്യക്തി, പുള്ളി അധ്യക്ഷനായിക്കൊണ്ട് ഒരു പ്ലാനിംഗ് ബോർഡ് വരുന്നു, അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് വരുന്നു. അതുപോലെ തന്നെ അങ്ങനൊരു KC നിയോഗിയെ ചെയർമാൻ ആയതുകൊണ്ട് ഒരു അഡ്വൈസറി പ്ലാനിംഗ് ബോർഡ് വരുന്നു. അപ്പൊ ഈ പ്ലാനിംഗ് ബോർഡിന്റെ, അതായത് KC നിയോഗി അധ്യക്ഷനായ പ്ലാനിംഗ് ബോർഡിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് എന്ത് നിലവിൽ വരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, എക്കണോമിക് പ്ലാനിംഗ് കമ്മീഷൻ. അത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ 1947. 1946 KC നിയോഗിയുടെയും 1947 ജവഹർലാൽ നെഹ്റുവിന്റെയും അവർ ചെയർമാൻമാരായിട്ടിരുന്ന ചില കമ്മീഷൻസ് ഉണ്ട്. അഡ്വൈസറി പ്ലാനിംഗ് കമ്മീഷനും അല്ലെങ്കിൽ അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിംഗ് കമ്മീഷനും. അങ്ങനെ ഈ രണ്ട് കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരമാണ് എന്ത് നിലവിൽ വരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അത് ഇമ്പോർട്ടന്റ്. അപ്പൊ KC നിയോഗി എന്നുള്ള പേര് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു രൂപീകരണമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഒന്നിനും നോക്കാം പോയിന്റ്സ്. ഇതൊരു അഡ്വൈസറി കമ്മിറ്റിയാണ്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, മറിച്ച് ഒരു അഡ്വൈസറി ബോഡിയാണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളിലൂടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. ഇതിന് ചില പേരുകളുണ്ട്: പാരലൽ ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, കോർണർ സ്റ്റോൺ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ്. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പ്ലാനിംഗ് കമ്മീഷനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് നോക്കാം.
ഒന്നെന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഓക്കെ, ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സെൻട്രൽ ഗവൺമെന്റ് വരുന്നു, അതിന്റെ താഴെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ വരുന്നു. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അതായത് ഒരു നമ്മുടെ രാജ്യത്ത് ഫെഡറൽ സംവിധാനം ആയതുകൊണ്ട് തന്നെ പല പ്രൊജക്ടുകളും പല പദ്ധതികളും സെൻട്രൽ ഗവൺമെന്റ് പ്ലാൻ ചെയ്താലും അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. സെൻട്രൽ ഗവൺമെന്റ് പ്ലാനുകൾ സ്റ്റേറ്റ് ഗവൺമെന്റിലൂടെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമായിരുന്നു നമ്മൾ ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. അപ്പൊ തീരുമാനിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ്, നടപ്പിലാക്കുന്ന സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ഒരു ഡീസെൻട്രലൈസേഷൻ വരുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു. അപ്പം ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ലിമിറ്റേഷൻ ആണ് എന്ന് പറയുന്നത് അതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നു. ഓക്കെ, അതുപോലെ ദർ ഇസ് നോ സെൻട്രൽ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം. ഓക്കെ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ തമ്മിൽ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ആ തർക്കം പരിഹരിക്കുന്നതിനുള്ള ഒരു മെക്കാനിസം ഈ പ്ലാനിംഗ് കമ്മീഷനകത്തില്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയിരുന്നു, അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു. രണ്ടെന്ന് പറയുന്നത് സെൻട്രലും അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലൊരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡിസ്പ്യൂട്ട്, ഈ തർക്കം പരിഹരിക്കുന്നതിനുള്ള മെക്കാനിസംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ അൺഅറ്റൈനബിൾ ഗോൾസ് ആണ്. ഓക്കെ, ആദ്യ തുടക്കകാലത്തെ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വളരെ പ്രയാസമുള്ള ലക്ഷ്യങ്ങളായിരുന്നു. പിന്നെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഡെമോക്രസി, ബ്യൂറോക്രസി. ഇതിനകത്ത് അതായത് ഇതിനകത്തിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ പീപ്പിൾസ് റെപ്രസെന്റേഷൻ, അതായത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ ഒരു അഭാവം എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടായിരുന്നു. ഈ എന്താ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനകത്തുണ്ടായിരുന്നു. അതൊരു വലിയൊരു ലിമിറ്റേഷൻ ആയിരുന്നു. ഓക്കെ, ആബ്സെൻസ് ഓഫ് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ് ഓർ ബ്യൂറോക്രസി. പിന്നെ ഡിസ്മിസ്ഡ് ഓൺ 17 ഓഗസ്റ്റ് 2014 ഓഗസ്റ്റ് 17 ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചു. പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, പഞ്ചവത്സര പദ്ധതി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 17, 2014 ഇത് പൂർണ്ണമായിട്ടും ഡിസ്മിസ് ചെയ്യും. ദ ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ആഫ്റ്റർ ബിക്കമിംഗ് ദ വൈസ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയതിനു ശേഷം നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് നരസിംഹറാവു ആണ്, PV നരസിംഹറാവു ആണ്. അതുപോലെ തന്നെ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗുമാണ്. ഓർത്തു വെച്ചോളുക. ഇപ്പൊ രണ്ട് പ്രധാനമന്ത്രിമാരുടെ പേര് ഞാൻ പറഞ്ഞു. ഒന്ന് PV നരസിംഹറാവു, മറ്റൊന്ന് മൻമോഹൻ സിംഗ്. ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത് ഈ നമ്മളുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻമാരായിരുന്നു. സോ പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയതിനു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി PV നരസിംഹറാവു, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗുമാണ്. സെറ്റ് അല്ലേ? ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഈ മൻമോഹൻ സിംഗിന്റെ ഭാഗം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഓർത്തു വെച്ചോളൂ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് മൻമോഹൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഈ ചോദ്യം. ഓക്കെ, ഓർത്തു വെച്ചോളുക. സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പം ഇത്രയാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ. ഒന്നുകൂടെ പറയാം. പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്ത ഡേറ്റ് നോക്കുക, ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കുക, യോജന ഭവനാണ്. ഈ ഐഡിയ നമ്മൾ ബോറോ ചെയ്തിരിക്കുന്ന USSRൽ നിന്നാണ്. അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ചെയർമാൻ ആണ്, ഡെപ്യൂട്ടി ചെയർമാൻ. ചെയർമാൻ എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ് ചെയർമാനായിട്ട് എപ്പോഴും ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഡെപ്യൂട്ടി ചെയർമാനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദിയുമാണ്. മറ്റു മെമ്പേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. CD ദേശ്മുഖ്, VT കൃഷ്ണമാചാര്യ, RK പാട്ടീൽ എന്നൊക്കെ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെന്ന് പറഞ്ഞ ചുമതലകൾ ഞാൻ പറഞ്ഞു, എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പ്ലാനിംഗ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുക, 5 ഇയർ പ്ലാൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ലക്ഷ്യങ്ങൾ, ഇത് ഓർത്തു വെക്കുക, വളരെ 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 പ്രധാനപ്പെട്ട ഭാഗമാണ്. ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വാളിറ്റി. അത് അതുപോലെ പഠിച്ചു വെച്ചോളാം.
പിന്നെന്ന് പറയുന്നത് ഇതൊരു അഡ്വൈസറി ബോഡിയാണ്. ഓർത്ത് വെക്കുക. ചില പേരുകൾ: പാരലൽ ക്യാബിനറ്റ്, സൂപ്പർ ക്യാബിനറ്റ്, ഇക്കണോമിക് ക്യാബിനറ്റ്, കോർണർ സ്റ്റോൺ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ്, ഇതൊക്കെ നമ്മൾ ഓർത്ത് വെച്ചോളുക. പിന്നെന്ന് പറയുന്നത് ലിമിറ്റേഷൻസ് പറഞ്ഞു. ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മെക്കാനിസം ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ 2014 ഓഗസ്റ്റ് 17 ഒഫീഷ്യലി ഈ പ്ലാനിംഗ് കമ്മീഷൻ പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്യാനുള്ള, അത് ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു തീരുമാനം വരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഗസ്റ്റ് 15 ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യാണ് പകരം മറ്റൊരു സ്ഥാപനം നിലവിൽ വരുമെന്ന് പറയുന്നു. പിന്നെ 2 പ്രധാനമന്ത്രിമാരുണ്ട്, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്. ഇവർ 2 പേരും പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്ന സ്ഥാനത്ത് ആ സ്ഥാനം വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഇത്രയാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമുക്കിനി പഠിക്കാൻ പോകുന്നതാണ് നീതി ആയോഗ് എന്ന് പറയുന്ന സ്ഥാപനം. നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് കാണാറുള്ള ഒന്നാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ നീതി ആയോഗ് പഠിക്കാൻ. നോക്കാം. ഓക്കെ, നമ്മൾ നീതി ആയോഗമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നു. ഇനി വരുന്ന ചോദ്യം അനാലിസിസിലൂടെ നമ്മൾ ബാക്കി ഡീറ്റെയിലുകൾ നമുക്ക് പോവും. നീതി ആയോഗ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓർത്ത് ചിലപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് ചോദിക്കും. തെറ്റാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. ഓക്കെ, ഇനി അത് നിലവിൽ വന്നത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് നിലവിൽ വന്നത്? came into force on 1st January 2015. ജനുവരി 1, 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വരുന്നത്. അനൗൺസ്ഡ് ഓൺ 14th ഓഗസ്റ്റ് 2014. ഇതിനെപ്പറ്റി അനൗൺസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 14, 2014. അതായത് 2014 സ്വാതന്ത്ര്യദിനത്തിന്, നമുക്കറിയാം സ്വാതന്ത്ര്യദിനത്തിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പ്രസംഗം ഉണ്ടായിരിക്കും. അപ്പൊ ഈ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഈ ഒരു നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അനൗൺസ് ചെയ്തത് ഓഗസ്റ്റ് 14, 2014. ഇത് വെച്ച് നമ്മൾ ഓർത്ത് വെച്ചുള്ള ഡേറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ദിസ് ഈസ് ആൻ അഡ്വൈസറി കമ്മിറ്റി. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, മറിച്ച് ഇതൊരു അഡ്വൈസറി കമ്മിറ്റിയാണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ നീതി ആയോഗും എന്താണ്? ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നീതി ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, came into force on 1st January 2015. അനൗൺസ് ചെയ്തത് ഓഗസ്റ്റ് 14th ഓഗസ്റ്റ് 2014. ഓക്കെ, നമുക്ക് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? വർക്കിംഗ് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, ആ തിങ്ക് ടാങ്ക്, അത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ടേം ആണ്. ഒരു ചിന്താ സംഭരണി. ചിന്താ സംഭരണി. ഓക്കെ, ചിന്താ സംഭരണി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അത് നീതി ആയോഗാണ്. ഓക്കെ, അപ്പൊ നീതി ആയോഗിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു ടേം ആണ് തിങ്ക് ടാങ്ക് എന്ന് പറയുന്നത്. അത് ചോദിക്കും. ഓക്കെ, ആ തിങ്ക് ടാങ്ക് ഓപ്പറേറ്റിംഗ് അറ്റ് ദ നാഷണൽ, സ്റ്റേറ്റ് ലെവൽ. ഓക്കെ, സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്ന ചിന്താ സംഭരണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുന്ന തിങ്ക് ടാങ്ക് ഏത് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീതി ആയോഗ് എന്നാണ്. ഓർത്തു വെച്ചോളുക. ഓക്കെ, അതുപോലെ തന്നെ എൻഹാൻസിങ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. എൻഹാൻസിങ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം, ഒരു സഹകരണ ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നു. എൻഹാൻസിങ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. ഒരു സെൻട്രലൈസ്ഡ്, അതായത് പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി പോകുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. അപ്പം നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. അതായത് സെൻട്രൽ സ്റ്റേറ്റ് ഒരു നല്ല റിലേഷൻഷിപ്പിലൂടെ ഒരു ഫെഡറലിസം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ വരുന്ന ഒരു പദ്ധതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്ഥാപനമാണ് എന്ന് പറയുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫെഡറലിസം എന്ന് പറയുമ്പോൾ ഒരു നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്,
ഇന്ത്യൻ ഫെഡറലിസം ഈസ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ അത് ജി ഓസ്റ്റിൻ ആണ്. ഓക്കെ, ജി ഓസ്റ്റിൻ ആണ് എന്തിനെ കുറിച്ച് പറഞ്ഞത്? ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇത്രയാണ്. ഇനി ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, ഓർത്ത് വെക്കുക. വർക്കിംഗ് ഫോർ ദ ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ വികസനത്തിനും ഡെവലപ്മെന്റിനും പുരോഗതിക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നു. തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു. കോഓപ്പറേറ്റീവ് ഫെഡറലിസം മെച്ചപ്പെടുത്തുന്നു. അപ്പം ഓർത്ത് വെക്കേണ്ട ടേമുകളാണ് തിങ്ക് ടാങ്ക്, കോഓപ്പറേറ്റീവ് ഫെഡറലിസം. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എൻഹാൻസ് ചെയ്യുന്ന സ്ഥാപനമാണ് ഏത്? നമ്മളിപ്പോ പറഞ്ഞ നീതി ആയോഗ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഫെഡറലിസം ഈസ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചാൽ അത് ജി ഓസ്റ്റിൻ ആണ് പറഞ്ഞത് എന്നുകൂടി ഓർത്തുകൊള്ളുക. ഓക്കെ, നമുക്കിനി നോക്കാം, ബാക്കി ഒബ്ജക്റ്റീവ്സ് നോക്കാം. കോർഡിനേറ്റിംഗ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ ആൾക്കാരെയും കോർഡിനേറ്റ് ചെയ്താണ് പോകുന്നത്. ആൻഡ് കോർഡിനേറ്റിംഗ് വേരിയസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ കൺട്രി. അപ്പൊ നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ജനങ്ങളുടെ പ്രതിനിധികളുടെ ഒരു സാന്നിധ്യം ഇല്ലായിരുന്നു. നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞത് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, ദ ആബ്സെൻസ് ഓഫ് പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്സ്, അത് ജനപ്രതിനിധികളുടെ അഭാവം പ്ലാനിംഗ് കമ്മീഷനിൽ ഉണ്ടായിരുന്നു. ആ ഒരു അഭാവം നികത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തവണ നീതി ആയോഗിനകത്ത് എല്ലാ മുഖ്യമന്ത്രിമാരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ മുഖ്യമന്ത്രിമാരെ നമ്മൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നീതി ആയോഗ് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നം ശരിക്കും അവതരിപ്പിക്കപ്പെടാൻ പറ്റുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അതർ തിങ്ക് ടാങ്ക്സ്, മറ്റ് ചിന്താ സംഭരണികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. മീൻസ് there is a discussion among these people and implementing development in all sections of the people in the country and formulating national security oriented economic policies. ദേശീയ സുരക്ഷയുമായിട്ട്, രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പല പ്ലാനുകളും പല എക്കണോമിക് പദ്ധതികളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പുതിയ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ സെക്ടേഴ്സ് ഓഫ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സെക്ടറിലുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചും ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നോക്കാം. അപ്പം കോർഡിനേറ്റിംഗ് ഓൾ സെക്ടേഴ്സ് ഓഫ് ദ സൊസൈറ്റി, കോർഡിനേറ്റിംഗ് വേരിയസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കൺട്രി, നമ്മുടെ രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാരെയും ഇതിലേക്ക് ഈ നീതി ആയോഗിൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ചെയർമാൻ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, സിഇഒ, അതർ മെമ്പേഴ്സ്. ചെയർമാൻ, വൈസ് ചെയർമാൻ, സിഇഒ, അതർ മെമ്പേഴ്സ്, ഇത്രയാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. ചെയർമാൻ, ഈ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഇവിടെയും നീതി ആയോഗിലും ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം ആ നീതി ആയോഗ് പ്രവർത്തിക്കുന്ന സമയത്ത് ആരാണോ പ്രധാനമന്ത്രി അവരായിരിക്കും നീതി ആയോഗിന്റെ എന്തെന്ന് പറയുന്നത് ചെയർമാൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് കറന്റ് ചെയർമാൻ നരേന്ദ്രമോദി. അതായത് നീതി ആയോഗ് രൂപീകരിക്കുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? നരേന്ദ്രമോദി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും നീതി ആയോഗ് പ്രവർത്തിക്കുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. സോ കറന്റ് ആൻഡ് ഫസ്റ്റ് ആൻഡ് കറന്റ് ചെയർമാൻ ഓഫ് നീതി ആയോഗ്, ദാറ്റ് ഈസ് നരേന്ദ്രമോദി. ഓക്കെ, ദ ഫസ്റ്റ് വൈസ് ചെയർമാൻ ഓർ ഡെപ്യൂട്ടി ചെയർമാൻ അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയാണ് ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറിയാണ്. സുമൻ ബെറി. ഓക്കെ, അപ്പം ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദി, ഇപ്പോഴത്തെ ചെയർമാൻ നരേന്ദ്രമോദി തന്നെയാണ്. കാരണം അത് രൂപീകരണ കാലം മുതൽ ഇപ്പൊ വരെ പ്രധാനമന്ത്രിക്ക് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് നീതി ആയോഗിന്റെ അന്നത്തെ ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും. ഓക്കെ, ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് അരവിന്ദ് പനഗരിയാണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് സുമൻ ബെറി. ഈ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡെപ്യൂട്ടി ചെയർമാനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. ദ റാങ്ക് ഓഫ് വൈസ് ചെയർമാൻ ഈസ് ഈക്വൽ ടു ദ റാങ്ക് ഓഫ് എ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഡെപ്യൂട്ടി ചെയർമാന്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ഈക്വൽ റാങ്ക് ആണ്. ഓക്കെ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ ഈക്വൽ റാങ്ക് ആണ് ആർക്ക് വരുന്നത്? ഈ പറയുന്ന ഡെപ്യൂട്ടി ചെയർമാന്റെ റാങ്ക്. നീതി ആയോഗിന്റെ ഡെപ്യൂട്ടി ചെയർമാനെ നിയമിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഡെപ്യൂട്ടി ചെയർമാന്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററുടെ റാങ്ക് ആണ്.
ഓർത്ത് വെച്ചോളാം. ഓക്കെ, അതാണ് ഡെപ്യൂട്ടി ചെയർമാൻ. അടുത്ത ആളെന്ന് പറയുന്നത് സിഇഒ ആണ്. സിഇഒ. അപ്പം നമ്മൾ ചെയർമാനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ആരാണ്, പിന്നെ ഡെപ്യൂട്ടി ചെയർമാനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സിഇഒ. ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സിഇഒ. ഓക്കെ, സിഇഒയെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ സിഇഒ എന്ന് പറയുന്നത് സിന്ധുശ്രീ ഖുള്ളാർ ആണ്. സിന്ധുശ്രീ ഖുള്ളാർ ആണ് ആദ്യത്തെ സിഇഒ. ഇപ്പോഴത്തെ സിഇഒ ആരാണെന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം. ഈ സിഇഒയെ നമ്മൾ നിയമിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പം ആദ്യത്തെ സിഇഒ സിന്ധുശ്രീ ഖുള്ളാർ ആണ്. ഇപ്പോഴത്തെ സിഇഒ BVR സുബ്രഹ്മണ്യമാണ്. ഈ സിഇഒയെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് പ്രൈം മിനിസ്റ്റർ ആണ്. The rank of CEO is equal to that of a secretary to the government. ഒരു ഗവൺമെന്റ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമാണ് ഒരു സിഇഒയുടെ റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സെക്രട്ടറിമാരെ കുറിച്ചിട്ടുള്ള ഫിനാൻസ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, ഇങ്ങനെ സെക്രട്ടറിമാരുണ്ടല്ലോ, ആ സെക്രട്ടറിയുടെ ഒരു റാങ്കിന് തുല്യമാണ് ഒരു സിഇഒയുടെ റാങ്ക്. അതേസമയം നമുക്ക് ഈ പറയുന്ന നീതി ആയോഗിന്റെ ഡെപ്യൂട്ടി ചെയർമാന്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്ക് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡെപ്യൂട്ടി ചെയർമാനെയും സിഇഒയെ നിയമിക്കുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. ഇത്ര ഓർത്തു വെച്ചോണം, കൃത്യമായിട്ട് ഓർത്തു വെച്ചോണം. നമുക്ക് ചോദ്യം വരുന്ന ഏരിയയാണ്, നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം കൃത്യമായിട്ട് വരുന്ന ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. The former CEO of നീതി ആയോഗ് who became the executive director of World Bank. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നീതി ആയോഗിന്റെ ഒരു മുൻ സിഇഒ ഇപ്പോ വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അതാരെന്ന് ചോദിച്ചാൽ പരമേശ്വര അയ്യരാണ്. പരമേശ്വര അയ്യർ. അപ്പൊ അദ്ദേഹം, ഈ പരമേശ്വര അയ്യർ എന്ന് പറയുന്നത് നമ്മളുടെ നീതി ആയോഗിന്റെ ഒരു ഫോർമർ സിഇഒ ആയിരുന്നു. അദ്ദേഹം ഇപ്പോ വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് പരമേശ്വര അയ്യർ. ഓക്കെ, അതുപോലെ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ബ്രാൻഡിങ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി, ഇന്ത്യ ആൻഡ് എമേർജിംഗ് ജയന്റ്സ്, ഇത് അരവിന്ദ് പനഗരിയ. ഓക്കെ, അപ്പൊ അമിതാഭ് കാന്ത്, നീതി ആയോഗിന്റെ മുൻ സിഇഒ ആണ് അമിതാഭ് കാന്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്, അമിതാഭ് കാന്ത് എന്ന് പറയുന്നത് നമ്മുടെ നീതി ആയോഗിന്റെ ഒരു മുൻ സിഇഒ ആണ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ബ്രാൻഡിങ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻക്രെഡിബിൾ സ്റ്റോറി. അതുപോലെ തന്നെ മറ്റൊരു പുസ്തകം ഇന്ത്യ ആൻഡ് എമേർജിംഗ് ജയന്റ്, അത് ആദ്യത്തെ നമ്മുടെ നീതി ആയോഗിന്റെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിട്ടുള്ള അരവിന്ദ് പനഗർ എഴുതിയ മറ്റൊരു പുസ്തകമാണ് ഇന്ത്യ ആൻഡ് എമേർജിംഗ് ജയന്റ്. രണ്ട് പുസ്തകത്തിന്റെ പേര് ഞാൻ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്ന് ഓർത്ത് വെച്ചോളാം എന്ന് പറയാം. നമുക്ക് മെമ്പേഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം. അതിനകത്ത് ഫുൾ ടൈം മെമ്പേഴ്സ് 5 പേരുണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സ് 2 പേരുണ്ട്, പിന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ്, അതാണ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് പറയുന്നത്, അവർ 4 പേരുണ്ട്. ഇത്രയാണ് ഇതിനകത്തിലെ മറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെ ഉണ്ട് എന്ന്, നീതി ആയോഗിനകത്ത് ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർമാൻ ഉണ്ട്, ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. ഓക്കെ, സിഇഒ ഉണ്ട്, ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സിഇഒ. പിന്നെ മറ്റ് മെമ്പേഴ്സ് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുൾ ടൈം മെമ്പേഴ്സ് 5 പേരുണ്ട്, പാർട്ട് ടൈം മെമ്പേഴ്സ് 2 പേരുണ്ട്, സ്പെഷ്യൽ ഇൻവൈറ്റീസ്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് 4 പേര്. ഇത്രയാണ് ഈ നീതി ആയോഗിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇത് ഈ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഈ പറയുന്ന സിഇഒ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോമൺ ചോദ്യങ്ങളാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് റാങ്ക് മേക്കിംഗ് ഭാഗം എന്ന് പറയുമ്പോൾ കോമ്പോസിഷൻ ആവും. അത് ഏതൊരു ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചാലും അതിന്റെ കോമ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ് ചെയർമാൻ, ആരാണ് വൈസ് ചെയർമാൻ, ഓക്കെ, വൈസ് ചെയർമാന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്, വൈസ് ചെയർമാനെ നിയമിക്കുന്ന ആരാണ്, ഇത്തരത്തിലുള്ള അതിന്റെ ഒരു കോമ്പോസിഷൻ നമ്മൾ നന്നായിട്ട് അതിനെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാക്കി പോകണം. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റും സെൻട്രലും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാം. അതായത് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡിസ്പ്യൂട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിസം പ്ലാനിംഗ് കമ്മീഷനകത്ത് ഇല്ലായിരുന്നു. ഇവിടെ നീതി ആയോഗിന് ആ ഒരു മെക്കാനിസം ഉണ്ട്. അതാണെന്ന് പറയുന്നത്, നീതി ആയോഗിന് 2 കൗൺസിലുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, 2 കൗൺസിൽ. അതിനെ നമ്മൾ ഒന്നാമത്തെ കൗൺസിലാണ് ഗവേണിംഗ് കൗൺസിൽ, രണ്ടാമത്തത് റീജിയണൽ കൗൺസിൽ.
ഏതൊക്കെയാണ്? ഗവേണിംഗ് കൗൺസിലും റീജിയണൽ കൗൺസിലും. അപ്പൊ ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് തമ്മിലുള്ള പ്രശ്നങ്ങളോ സ്റ്റേറ്റ് സെൻട്രൽ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംഭവമാണ് ഈ പറയുന്ന ഗവേണിംഗ് കൗൺസിലും റീജിയണൽ കൗൺസിലും. ഓക്കെ, ഇപ്പൊ ഈ ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സും ലഫ്റ്റനന്റ് ഗവർണേഴ്സ്, അതായത് നമുക്കത് യൂണിയൻ ടെറിട്ടറിയിലെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, ലഫ്റ്റനന്റ് ഗവർണർമാർ, ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് ഗവേണിംഗ് കൗൺസിൽ എന്ന് പറയുന്നത്. അതുപോലെ റീജിയണൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണേഴ്സും ചേരുന്നതാണ് റീജിയണൽ കൗൺസിൽ. ഇത്രയും പേര് ചേരുന്ന, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാം ചെയർമാൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഇങ്ങനെ രണ്ട് കൗൺസിലുകളുണ്ട്. ഈ കൗൺസിലുകളും ഈ രണ്ട് കൗൺസിലിന്റെയും ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. അപ്പൊ ആരൊക്കെയാണ് രണ്ട് കൗൺസിൽ? ഏതൊക്കെയാണ്? ഗവേണിംഗ് കൗൺസിൽ ഒന്ന്, രണ്ടാമത്തത് റീജിയണൽ കൗൺസിൽ. ഗവേണിംഗ് കൗൺസിൽ ആരൊക്കെയുണ്ട്? സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ലഫ്റ്റനന്റ് ഗവർണർമാരുണ്ട്, അവർ യൂണിയൻ ടെറിട്ടറി എന്നുള്ളവരാണ്. കൂടാതെ അതിന്റെ ചെയർമാനായിട്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഓക്കെ, അടുത്ത റീജിയണൽ കൗൺസിൽ. ഈ റീജിയണൽ കൗൺസിലിനകത്ത് ആരൊക്കെയുണ്ട്? സംസ്ഥാന മുഖ്യമന്ത്രിമാര്, അതുപോലെ തന്നെ ഗവർണർമാര്, സംസ്ഥാന മുഖ്യമന്ത്രിമാര്, യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണർമാര്, അവർ ചേരുന്നതാണ് രണ്ടാമത്തത്. അതിനോടൊപ്പം ആരുമുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്. ഇങ്ങനെ രണ്ട് കൗൺസിലുകളുണ്ട്. ഈ കൗൺസിലാണ് എന്ത് ചെയ്യുന്നത്? രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സ്റ്റേറ്റ് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കൗൺസിലുകളെ നിയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നീതി ആയോഗിന്റെ കൗൺസിലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റാണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇനി നീതി ആയോഗിന്റെ 7 പില്ലറുകൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം ഉണ്ടാവും. ഓക്കെ, നീതി ആയോഗിന്റെ 7 പില്ലറുകൾ. The 7 pillars related to governance of നീതി ആയോഗ്. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട 7 തൂണുകൾ നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയാം പ്രോ പീപ്പിൾ, പ്രോ ആക്ടിവിറ്റി. പ്രോ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആന്റിസിപ്പേറ്റ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. പ്രോ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആണല്ലോ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുക, നമ്മൾ തിരിച്ചറിയുക, അതെന്തൊക്കെ ആയിരിക്കാമെന്ന് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുക. അടുത്തത് പ്രോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിസിപ്പേറ്റ് ദ നീഡ്സ് ഓഫ് സിറ്റിസൺസ്. പൗരന്മാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഒരു പൗരൻ എന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും എവ്രിവൺസ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും പങ്കാളിത്തം നമ്മൾ ഉറപ്പുവരുത്തുക. അടുത്തത് എംപവറിംഗ്. എംപവറിംഗ് എന്ന് പറയുമ്പോൾ വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം ഉറപ്പുവരുത്തുക. ഇൻക്ലൂഷൻ, ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ഓൾ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. അതായത് എല്ലാ കാറ്റഗറി, ഇപ്പം ജാതിപരമായിട്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്, സാമ്പത്തികമായിട്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്, ഇല്ലേ, തൊഴിൽ സംബന്ധമായിട്ട് കാറ്റഗറൈസേഷൻ ഉണ്ട്. അങ്ങനെ ഒരു വ്യത്യാസം കൊണ്ടുവരാതെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും നമ്മൾ എവിടേക്ക് കൊണ്ടുവരിക? ഈ പറയുന്ന നമ്മളുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക. അതും ഏതിന്റെ ഭാഗമാണ്? നീതി ആയോഗിന്റെ ഒരു ഗവേണൻസിന്റെ വൺ ഓഫ് ദ പില്ലേഴ്സ് ആണ്. സോ ഇൻക്ലൂഷൻ, ഇൻക്ലൂഡ് ഓൾ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ. ദെൻ ഇക്വാളിറ്റി, ട്രാൻസ്പെറൻസി, മെയിൻറ്റെയിൻസ് ട്രാൻസ്പെറൻസി ഇൻ ഓപ്പറേഷൻസ്. ഈ നീതി ആയോഗില് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഒരു സുതാര്യത ഉറപ്പുവരുത്തുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? നീതി ആയോഗിന്റെ 7 പില്ലറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത്. പ്രോ പീപ്പിൾ, ആന്റിസിപ്പേറ്റ് ദ പ്രോ പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിസിപ്പേറ്റ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. അടുത്ത പ്രോ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആന്റിസിപ്പേറ്റ് ദ നീഡ്സ് ഓഫ് ദ സിറ്റിസൺസ്. ഓക്കെ, അടുത്ത പാർട്ടിസിപ്പേഷൻ മീൻസ് എൻഷുർ എവ്രി വൺസ് പാർട്ടിസിപ്പേഷൻ. ദെൻ എംപവറിംഗ്, എംപവറിംഗ് മീൻസ് വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണമാണ് എംപവറിംഗ് എന്ന് പറയുന്നത്. ഇൻക്ലൂഷൻ, അടുത്ത ഇൻക്ലൂഷൻ. എന്താണ് ഇൻക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡ് ഓൾ കാറ്റഗറീസ് ഇൻ ദ സൊസൈറ്റി ഓർ ഓൾ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ദെൻ ഇക്വാളിറ്റി, another one is transparency, maintains transparency in operations. എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന്, അല്ലെ പൊതുജനങ്ങൾക്ക് അവർക്ക് നമ്മൾ എന്താണ്, ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നതെന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ സുതാര്യമായിരിക്കണം, പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത്തരത്തിലൊരു ട്രാൻസ്പാരൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നീതി ആയോഗിന്റെ ഭരണവ്യവസ്ഥയുടെ ഒരു തൂണുകളിൽ ഒന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം.
പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നീതി ആയോഗ് കൊണ്ടുവന്ന ചില പദ്ധതികൾ നമുക്ക് നോക്കാം. ഒരുപാട് പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ ചിലത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ എയിം പ്രൈം. ഓക്കെ, എയിം പ്രൈം എന്നുള്ളതാണ് ഒന്നാമത്തെ മിഷൻ എന്ന് പറയുന്നത്. ഇത് അടൽ ഇന്നോവേഷൻ മിഷൻ. ഓക്കെ, അതാണ് എയിം എന്ന് പറയുന്നത്. ഓക്കെ, എയിം എന്ന് വെച്ചാൽ അടൽ ഇന്നോവേഷൻ മിഷൻ. പ്രൈം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഫോർ റിസർച്ചേഴ്സ് ഇൻ ഇന്നോവേഷൻ, മാർക്കറ്റ് റെഡിനെസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. അതായത് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ, അതായത് സംരംഭകത്വത്തെ, അതായത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരുന്നതിന് വേണ്ടിയിട്ട്, കൂടുതൽ ഓണ്ടർപ്രണേഴ്സിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാം ആണ് എന്ന് പറയുന്നത് എയിം പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എയിം പ്രൈം എന്ന് പറഞ്ഞാല് അടൽ ഇന്നോവേഷൻ മിഷൻ, അടൽ ഇന്നോവേഷൻ മിഷൻ, പ്രോഗ്രാം ഫോർ റിസർച്ചേഴ്സ് ഇൻ ഇന്നോവേഷൻ, മാർക്കറ്റ് റെഡിനെസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്. അടുത്ത ഫിൻടെക് ഓപ്പൺ സമ്മിറ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പദ്ധതി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾവ് ഇഷ്യൂസ് അറൈസസ് റിലേറ്റഡ് ടു സ്റ്റാർട്ടപ്പ് കമ്പനീസ്. പുതിയതായിട്ട് ഫിൻടെക് കമ്പനി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ടെക്നോളജി എന്നാണ് ഫിൻടെക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടെക്നോളജിയെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസ്, ദാറ്റ് ഇസ് ഫിൻടെക് കമ്പനീസ്. ദാറ്റ് ഇസ് സ്റ്റാർട്ടപ്പ്. നമ്മൾ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനീസ്. അപ്പൊ ഈ സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിൻടെക് ഓപ്പൺ സമ്മിറ്റ് വരുന്നത്. അതും നീതി ആയോഗിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പ്രൊജക്ട് ആണ് ഫിൻടെക് ഓപ്പൺ സമ്മിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സമൃദ്ധി ഇനിഷ്യേറ്റീവ്. ഓക്കെ, സമൃദ്ധി ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ ദ പ്രൊജക്ട് റിലേറ്റഡ് ടു ഹെൽത്ത് സെക്ടർ, ആരോഗ്യ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന പദ്ധതിയാണ് സമൃദ്ധി ഇനിഷ്യേറ്റീവ്. അതും നീതി ആയോഗിന്റെ പ്രൊജക്ട് ആണ്. അടുത്ത ശൂന്യ. ഓക്കെ, ശൂന്യ എന്ന് പറയുമ്പോൾ പ്രൊമോട്ട്സ് മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് നിർമ്മിക്കുക, അത് കൂടുതൽ ഉപയോഗിക്കുക, അതിന്റെ ഉപയോഗം കൂടുതൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് ശൂന്യ എന്ന് പറയുന്നത്. പ്രൊമോട്ട്സ് ദ മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. മറ്റൊരു പദ്ധതിയാണ് വെർണക്കുലർ ഇന്നോവേഷൻ പ്രോഗ്രാം. വെർണക്കുലർ ഇന്നോവേഷൻ പ്രോഗ്രാം തദ്ദേശീയമായിട്ടുള്ള പരിപാടിയാണ്. പ്രോഗ്രാം ഫോർ ഓവർകമ്മിങ് ലാംഗ്വേജ് ബാരിയേഴ്സ്. അതായത് ലാംഗ്വേജ് ബാരിയർ അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടായിരുന്നു, നമ്മളുടെ 28 സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഇത്രയും സംസ്ഥാനങ്ങളിലും പല ഭാഷകളാണ്, പല കൾച്ചറാണ് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പം നമ്മളുടെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനത്തിനും, നമ്മളുടെ രാജ്യത്ത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഓണ്ടർപ്രണർഷിപ്പിനും എന്ത് പദ്ധതി കൊണ്ടുവന്നാലും ശരി, ദേശീയ തലത്തിലും സംസ്ഥാനത്തിലൊക്കെ നടപ്പാക്കുന്ന സമയത്ത് ഇതിന് ഒരു ലാംഗ്വേജ് ഒരിക്കലും ബാരിയർ ആവാൻ പാടില്ല. ഇപ്പൊ കേരളത്തിൽ മലയാളം, തമിഴ്നാട്ടിൽ തമിഴ്, കർണാടകത്തിൽ കന്നഡ, ഇങ്ങനെ പോകുന്ന പല ഭാഷകളുണ്ട്. അപ്പൊ ഈ ഭാഷയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബോധവൽക്കരണം കൊണ്ടുവരുന്നതിന് വേണ്ടി വന്ന പദ്ധതിയാണ് വെർണക്കുലർ ഇന്നോവേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം ഫോർ ഓവർകമ്മിങ് ലാംഗ്വേജ് ബാരിയേഴ്സ്, ദാറ്റ് ഈസ് വെർണക്കുലർ ഇന്നോവേഷൻ പ്രോഗ്രാം. ഇത്രയാണ് പ്രധാനമായിട്ടും നീതി ആയോഗ് കൊണ്ടുവന്ന പദ്ധതികൾ എന്ന് പറയുന്നത്. മറ്റു പദ്ധതികളുണ്ട്, നമുക്കിനി വരുന്ന ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാം. അപ്പൊ നമ്മളിവിടെ നീതി ആയോഗ് എന്താണെന്നും നീതി ആയോഗിന്റെ സ്ട്രക്ചറുമാണ് നമ്മൾ പറഞ്ഞത്. തുടർന്ന് പോവാം. അപ്പം നീതി ആയോഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ആ പരിമിതികളൊക്കെ ഒന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ പരിമിതികൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പരിമിതികൾ പരിഹരിച്ചുകൊണ്ട് വന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഒരു അഡ്വൈസറി ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഇതൊരു അഡ്വൈസറി കമ്മിറ്റിയാണ്. അതിന്റെ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്തു വെച്ചോളാം. ഈ പറയുന്ന നിലവിൽ വരുന്നത് ജനുവരി 1 ഓഗസ്റ്റ് 15, പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് 14, 2014 പിന്നെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു. പിന്നെ തിങ്ക് ടാങ്ക്, പിന്നെ അതുപോലെ തന്നെ എൻഹാൻസിങ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം. കോഓപ്പറേറ്റീവ് ഫെഡറലിസം എൻഹാൻസ് ചെയ്യുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ സ്ഥാപനം ഏത്? അത് നീതി ആയോഗാണ്. പിന്നെ ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ച് ജിയോസിൻ പറഞ്ഞ കാര്യം പറഞ്ഞു. ഇതിന്റെ സ്ട്രക്ചർ നോക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ചീഫ് മിനിസ്റ്റേഴ്സ് ഈ നീതി ആയോഗിന്റെ മീറ്റിംഗിലൊക്കെ ഭാഗമാണ്. അപ്പം പീപ്പിൾസ് റെപ്രസെന്റേഷൻ, ജനപ്രതിനിധികളുടെ ഒരു സാന്നിധ്യം ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന നീതി ആയോഗിലായിരിക്കും ഉള്ളത്. പിന്നെ തിങ്ക് ടാങ്ക് ഓർത്തു വെച്ചോളാം, തിങ്ക് ടാങ്ക് റിലേറ്റഡ് ടു നീതി ആയോഗ്, നോട്ട്
related to planning commission. Then structure, that is chairman, deputy chairman, CEO and other members. നമ്മൾ പറഞ്ഞു chairman will be the prime minister of the country and he appoints the deputy chairman and CEO of Niti Aayog. The first deputy chairman, who was the first deputy chairman, that is Aravind Panagiria, and the current deputy chairman is Suman Berry. ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കറണ്ട് വൈസ് ഡെപ്യൂട്ടി ചെയർമാനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിക്കോണം. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സമയത്തുള്ളതാണ് ഞാൻ ഈ പറയുന്നത്, സോമൻ പറയുന്നത്. പിന്നെ ഫസ്റ്റ് സിഇഒ സിന്ധുശ്രീ കൊള്ള, കറണ്ട് സിഇഒ എന്ന് പറയുന്നത് ആരാണ്? BVR സുബ്രഹ്മണ്യം. പിന്നെ മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫോർമർ സിഇഒ ഓഫ് നീതി ആയോഗ് ഹു ബിക്കേം ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് വേൾഡ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഫോർമർ സിഇഒയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സുബ്രഹ്മണ്യൻ. അത് ആരാണ്? നമ്മൾ പരമേശ്വര അയ്യരെ കുറിച്ച് പറഞ്ഞു. പിന്നെ 7 പില്ലേഴ്സ് പറഞ്ഞു. പിന്നെ ചില ഇനിഷ്യേറ്റീവ്സ്, ചില നീതി ആയോഗിന്റെ നീതി ആയോഗ് ഇംപ്ലിമെന്റ് ചെയ്ത ചില ഇനിഷ്യേറ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചും നീതി ആയോഗിനെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷെ പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പഠിക്കുന്ന ഫാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഈ ഫാക്ട്സ്, നമ്മൾ പഠിച്ച ഫാക്ടിനെയും ക്വസ്റ്റ്യനെയും കൂടെ കണക്ട് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ഒരു റാങ്ക് മേക്കിംഗ് ലെവലിലേക്ക്, ഒരു ഹയർ റാങ്കിലേക്ക് എത്താൻ പറ്റൂ. നിങ്ങൾ നന്നായിട്ട് വിശദമായിട്ട് ക്ലാസ് കേൾക്കുക, നോട്ട്സ് നന്നായിട്ട് വായിക്കുക. വരുന്ന ക്ലാസ്സുകളിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ആശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.